ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 36 ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം ഈശോ നൽകിയ മാതൃകയെ നമുക്ക് ഒരിക്കൽ കൂടി ധ്യാനിക്കാം. നോമ്പ് കാലഘട്ടത്തിൻ്റെ 24 ദിനം നാം മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ കോപമെന്ന മൂലപാപത്തെക്കുറിച്ചും, എന്നാൽ അതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്ഷമയെന്ന പുണ്യത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചു. എങ്കിലും ഈ നാളുകളിൽ ക്ഷമയെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട്, പലപ്പോഴും നമ്മൾ പെട്ടെന്ന് കോപിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട്, നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നത് കൊണ്ട്, ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഈശോ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയും ക്ഷമയെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കാൻ, ഈശോയോട് ചേർന്നിരിക്കാൻ. കാരണം അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരത്തിന് വേണ്ടി, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് വേണ്ടി നമ്മോട് ദീർഘമായ ക്ഷമ കാണിക്കുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, നമ്മളുടെ സഹോദരങ്ങളോടും നാം അതേപോലെ തന്നെ വർത്തിക്കണം, അതേപോലെ തന്നെ പെരുമാറണം, എല്ലാവരോടും കരുണ കാണിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോ ഒരുപാട് രോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. ഈ സൗഖ്യത്തിന്റെ മേഖലയിലെല്ലാം ഈശോ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 7:48 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈശോ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ലൂക്കയുടെ സുവിശേഷം 6:37 ഇങ്ങനെ പറയുന്നില്ലേ, ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കർത്തൃ പ്രാർത്ഥന, അവയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതാണ്. എങ്കിലും 6:12 ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. എന്നിട്ട് നാം ചിന്തിച്ചു നോക്കുക, നമ്മുടെ കടക്കാരോട്, നമ്മെ വേദനിപ്പിക്കുന്നവരോട്, നമ്മെ ഉപദ്രവിച്ചവരോട്, വഴക്കുണ്ടാക്കിയവരോട്, അവരോടൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കണമെന്ന്, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു നടന്ന വഴി എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു വഴിയാണ്, സഹനത്തിന്റെ വഴിയാണ്, കരുണയുടെ വഴിയാണ്. ക്രിസ്തുവിനെ പോലെ കരുണ കാണിക്കുന്ന, ക്ഷമിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ക്ഷമ ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുറവുകളും പോരായ്മകളും ഒക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമയെന്ന ആ ഒരു കരുണ, ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ സഹോദരങ്ങളോട്, സഹജീവികളോട് നമ്മൾ ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. എന്നാലും നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ നടക്കുന്നവരൊക്കെ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം അവിടെയൊക്കെ ദീർഘമായിട്ടുള്ള കരുണ കാണിക്കുക, കാരണം അവരൊക്കെ തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? കാരണം നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകണം, പാപങ്ങൾ മോചിക്കപ്പെടണം. നമ്മളിപ്പോൾ പാപം ചെയ്തു, പക്ഷെ ഉടനടി ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുതാപത്തിലേക്ക് വരികയില്ല. നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടമായി പോകും. അതുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, ഓരോ സമയം ദൈവത്തിന്റെ കരുണ നേടാൻ, ക്ഷമ നേടാനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20:23 പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. കാരണം നമ്മൾ ക്ഷമ കൊടുത്തെങ്കിൽ അവ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുള്ളത് ചിന്തിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ, മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത വിളിച്ചാൽ, നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ഷമ കിട്ടണം. അത് നമ്മളും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകണം. ഈശോ കാൽവരിയിൽ അവസാനം ലോകം മുഴുവനോട് തന്നെ
മുറിവേൽപ്പിച്ചവരോട്, കുഴവുചാല് പോലെ തൻ്റെ ശരീരം കീറി മുറിച്ചവരോട് ക്ഷമിച്ചില്ലേ? ഈശോ പറയുന്നുണ്ട്, ലൂക്ക 23:34 പറയുന്നില്ലേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. കർത്താവെ അവരോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരോടും എത്ര ക്ഷമിച്ചാലും അതിൻ്റെ പരിധി അതൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, അവൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യവും അവൻ നിനക്കെതിരായി പാപം ചെയ്തിട്ട് അവൻ വീണ്ടും വന്ന് നിന്നോട് 7 തവണയും ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലും നീ അവനോട് ക്ഷമിക്കണമെന്നാണ് ഈശോ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് ഒക്കെ തോന്നാം. എന്നാലും ഈശോ അതല്ല ആഗ്രഹിക്കുന്നത്, എല്ലാവരോടും ക്ഷമിക്കുക. കാരണം എല്ലാവരോടും നമ്മൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈശോയുടെ സ്നേഹത്തിലായിരിക്കാം, കരുണയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് കല്ലുപോലെ ഉറച്ചുപോയ അവസ്ഥയാണ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഈശോയുടെ തിരുരക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കി മാറ്റി നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. ഈശോ അത് തന്നെയാണ് നാം ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ചതിന് ശേഷമാണ് ഈശോ സൗഖ്യം കൊടുക്കുന്നത്. സൗഖ്യത്തിന്റെ മേഖലയിൽ പാപമോചനമുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രോഗത്തിന്റെ അവസ്ഥകളും അതിന് സൗഖ്യം കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷമയെന്ന ആ ഒരു പുണ്യം ഏതെങ്കിലും മേഖലയിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ചിന്തിക്കുക, ഈശോയുടെ അടുത്ത് ധ്യാനിക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, പകയുണ്ടോ, കോപമുണ്ടോ, പിണക്കമുണ്ടോ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം അവരോടെല്ലാം ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ക്ഷമിച്ച് അവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ തൊടണമേ, എന്നെ സൗഖ്യം തരണമേ, എനിക്ക് സൗഖ്യം തരണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്ഷമയെന്ന പുണ്യത്തിലൂടെ ഈശോയുടെ പിന്നാലെ നടക്കുവാൻ, ഈശോയോടൊപ്പം ചേർന്ന് വളരുവാനായിട്ടുള്ള കൃപ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ.